എത്ര കണ്ടാലും മതി വരാത്ത പാലക്കാടൻ ഗ്രാമഭംഗിയിലൂടെയുള്ള നമ്മുടെ അടുത്ത യാത്ര പല്ലാവൂരിലുള്ള കരിവോട്ട് വാമലയിലേക്കാണ്. നിരവധി സിനിമകളിലൊക്കെ ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പല്ലാവൂരിലുള്ള കരിവോട്ട് വാമല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകാനായിട്ട് 2-3 റൂട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കുനിശ്ശേരി ജംഗ്ഷനിൽ നിന്ന് തെൻകുറിശ്ശി റോഡിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് റൈറ്റ് ടേൺ എടുത്ത് പോകുന്നതാണ് ഒരു വഴി എന്ന് പറയുന്നത്. കുനിശ്ശേരി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 50 മീറ്റർ ദൂരം മാത്രമേ റൈറ്റ് ടേൺ എടുക്കുന്ന വഴിയിലേക്കുള്ളൂ. അപ്പോൾ പാലക്കാട് ടൗണിൽ നിന്നൊക്കെയാണ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ഉണ്ടാവും ഈ മലയിലേക്ക്. അപ്പോൾ ഈ കാണുന്ന റൈറ്റ് ടേണിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 കിലോമീറ്ററോളം പോകണം മലയുടെ താഴ്ഭാഗത്ത് എത്താനായിട്ട്. രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് കുനിശ്ശേരിയിൽ നിന്ന് പല്ലാവൂരിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നെൽപ്പാടങ്ങൾക്ക് അകലെയായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെയും ആ കുന്നിൻ്റെയും ഒരു ചെറിയ വ്യൂ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനോട് ചേർന്ന് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതാണ് രണ്ടാമത്തെ റൂട്ട്. അപ്പോൾ ഈ കനാൽ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം 600 മീറ്ററോളം ദൂരം കഴിഞ്ഞാൽ നമുക്ക് മലയുടെ താഴ്ഭാഗത്ത് എത്തിച്ചേരാനായിട്ട് കഴിയും. ഇതാണ് പല്ലാവൂർ ജംഗ്ഷൻ. അപ്പോൾ ജംഗ്ഷനിൽ തന്നെ ഒരു ഗണപതിയുടെ കുഞ്ഞു ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നാടൻ ഭക്ഷണമൊക്കെ ലഭിക്കുന്ന ഒരു കുഞ്ഞു ഹോട്ടൽ കൂടിയുണ്ട്. ഈ പല്ലാവൂർ ജംഗ്ഷനിൽ നിന്ന് നെന്മാറ അതുപോലെ കൊല്ലങ്കോട് ഭാഗത്തേക്കൊക്കെ റൂട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് എടുത്താൽ നമുക്ക് 3ാമത്തെ വഴിയിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് നമ്മുടെ 3ാമത്തെ വഴി. ഇവിടെയും ഒരു ബോർഡുണ്ട്. വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയുടെ സൈൻ ബോർഡുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ടേണിൻ്റെ അവിടെ എല്ലാ ഭാഗങ്ങളിലും നിർദ്ദേശങ്ങൾ കൊടുത്തുള്ള സൈൻ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ചിന്മയ മിഷൻ സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂളിന് മുന്നിൽ ഇടതുവശത്തേക്ക് ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. വലിയ വാഹനങ്ങൾക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ വാഹനങ്ങൾക്കൊക്കെ സുഖമായി പോകാൻ കഴിയും. ഇതാണ് നമ്മൾ മുൻപ് പറഞ്ഞ പണി നടന്നുകൊണ്ടിരിക്കുന്ന വാട്ടർ ടാങ്ക്. മലയുടെ താഴ്ഭാഗത്തുകൂടെ മലയെ ചുറ്റിയിട്ടാണ് ഈ റോഡ് പോകുന്നത്. നമ്മൾ മലയുടെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേ ഈ കാണുന്നതാണ് കരിവോട്ട് വാമലയുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് മേലേക്ക് കയറണം. നമ്മൾ ഈ വഴിയിലൂടെയാണ് മുകളിലോട്ട് കയറുന്നത്. അധികം പ്രയാസമൊന്നുമില്ലാതെ കയറാൻ കഴിയുന്നൊരു കുന്നാണിത്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റും. കുറച്ച് ദൂരം കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂടും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കറിയുന്നില്ല. ഇപ്പോൾ നമ്മളത് അമ്പലത്തിൻ്റെ മുകൾ ഭാഗം ഏകദേശം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രം തുറക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 8 മണി വരെയും പിന്നെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയാണ് സമയം. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയോടൊക്കെ അടുത്തത് കൊണ്ട് ഇവരെല്ലാവരും വെറുതെ അമ്പലം കാണാൻ അതുപോലെ മേലത്തെ കാഴ്ച ആസ്വദിക്കാൻ വേണ്ടി വന്നവരായിരിക്കും ഭൂരിഭാഗം പേരെന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻപിലൊരു ഭംഗിയുള്ള അരളിമരം നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ നെല്ലിയാമ്പതിയുടെ ഹൈലൈറ്റായ നെല്ലിമരം പോലെ ഈ അമ്പലത്തിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈ അരളിമരം എന്ന് പറയുന്നത്. മലയാളത്തിൽ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 സിനിമകളാണ് ഹൃദയം, അതുപോലെ കുഞ്ഞിരാമായണം. ഇതൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ അടച്ച സമയമായതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് തൊഴുതാനേ പറ്റുള്ളൂ. പക്ഷെ അമ്പലമൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല കരിങ്കല്ല് കൊണ്ട് ഭംഗിയായിട്ട് ചുറ്റും കെട്ടിയിട്ടൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഈ അരളിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് 2 നന്നങ്ങാടികൾ കാണാനായിട്ട് കഴിയും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പ്രകൃതിയുടെ മികച്ച ഫ്രെയിമുകൾ ഒപ്പിയെടുക്കാൻ ആഗ്രഹമുള്ള ഫോട്ടോഗ്രാഫർമാർക്കെല്ലാം പറ്റിയ ഒരു നല്ല സ്പോട്ട് കൂടിയാണ് ഈ കരിവോട്ട് വാമല എന്ന് പറയുന്നത്. ഈ അരളിമരത്തിൻ്റെ തന്നെ നല്ല നല്ല ഫോട്ടോസ് നമ്മൾ ഗൂഗിളിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പിന്നെ ആ അമ്പലത്തോട് കുറച്ച് അടുത്തായിട്ട് ഹനുമാൻ പാദം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സ്ഥലം കൂടിയുണ്ട്. മുൻപ് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് കാൽപാദം പതിഞ്ഞൊരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. വേറെ എന്തെങ്കിലും ഐതിഹ്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഇതാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഈ ഹനുമാൻ്റെ പാദം പതിഞ്ഞുള്ളൊരു കുഴി, അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ദൂരെ കാണുന്നത് ദൂരെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകു വശമാണ്. അപ്പോൾ കുറച്ച് മാറിയിട്ട് അവിടെ വേറൊരു കുന്ന് നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ നിരവധി യൂട്യൂബർമാരും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സ്ഥലങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നിരവധി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും പോയി കാണാം. മികച്ച കാഴ്ചകളൊരുക്കി ഗ്രാമങ്ങളിൽ നിന്നും സഞ്ചാരികളെ കാത്തിരിക്കുന്നു. ക്യാമറയിൽ പകർത്തുന്നതിനേക്കാൾ മിഴിവോടെ കാഴ്ചകൾ മനസ്സിൽ പതിപ്പിക്കുവാനുള്ള യാത്രകൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.